ഹായ് മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. എല്ലാവർക്കും എഡ്യൂപോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത്, നിങ്ങൾ തമ്പ് കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ അടുത്ത വീക്കിൽ നിങ്ങളുടെ മോഡൽ എക്സാം ആദ്യമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് എക്സാം ആയിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന ഇൻഫർമേഷൻ ടെക്നോളജി IT പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ പോകുന്നുള്ളത്. ചർച്ച ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാം. ഓക്കെ, പ്രധാനമായും ഇപ്പം ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് ഞാൻ ആലോചിച്ചൊരു കാര്യം, ഞാൻ 12 വർഷങ്ങൾക്ക് മുന്നേ അല്ലെ 2012 ഞാൻ ശരിക്കും 12 11 കണക്ക് എവിടെ വന്നിട്ട് 11 കൊല്ലം അല്ലെ 2012 ഞാൻ SLC പരീക്ഷ ചെയ്യുന്നത്. അന്ന് ഞാൻ IT എക്സാം എഴുതുമ്പോൾ നമ്മുടെ ചുമ്മാ ഒരു ലെവലിൽ അങ്ങ് പോകുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോയിരുന്നു, ഫുൾ മാർക്ക് കിട്ടുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ IT പരീക്ഷ എഴുതിയിരുന്നത്. എന്നാൽ കാലക്രമേണ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. IT പരീക്ഷയും വളരെ സീരിയസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സും ടീച്ചർ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ആളുകളായിക്കോട്ടെ ഒക്കെ വളരെ സീരിയസ് ആയിട്ട് IT എക്സാമിന് അപ്രോച്ച് ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കാൻ അറിഞ്ഞാൽ മാർക്ക് തരുന്നു, വന്ന് പാവൊന്നും കിട്ടൂല. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ബാക്കി എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്തിനു കൊടുക്കണം, IT എക്സാമിന് നമ്മൾ കൊടുക്കണം. അപ്പോൾ കുറെ ചോദിക്കുന്നുണ്ട്, കുറെ കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, സാറേ ഐറ്റിന്റെ കാര്യം എന്തായി? അപ്പോൾ ഐറ്റിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അതിന് മുന്നേ 2 കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, IT പരീക്ഷ വളരെ പ്രധാനപ്പെട്ട എക്സാം തന്നെയാണ്. പ്രാക്ടിക്കലായിട്ടും അതുപോലെ തന്നെ തിയറി ആയിട്ടും എക്സാം നടക്കുന്നുണ്ട്. രണ്ടിലും എക്സാമിന് എന്താണോ ചോദിക്കുക, എക്സാമിന് ചോദിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, എക്സാമിന് ചോദിക്കുന്ന തിയറി, രണ്ടും വേറെ എക്സ്ട്രാ ഒരു സാധനവും ഇല്ല. നമ്മൾ ഇവിടെ തരുന്ന സാധനം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ കൂടുതൽ ഒരു ചോദ്യം പോലും നിങ്ങളെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യൂല, നിങ്ങൾ ചോദിക്കൂല. അപ്പൊ സാറേ ഇനി അധികം ദിവസമില്ലല്ലോ സാറേ, ഈ വരുന്ന ഫെബ്രുവരി 17 തീയതിയാണല്ലോ നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്, മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്നാണ് ക്ലാസ് തുടങ്ങുന്നത്? ഇതുവരെ ഒന്നും തന്നില്ലല്ലോ, എന്താണ് നിങ്ങളെ പ്ലാൻ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുക. അതിന് വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നോ. ഈ വരുന്ന 15 തീയതി ജനുവരി 15 മൺഡേ, അതായത് ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പൊ ഒരു അടിപൊളി കിടലൻ മാസ്റ്റർ സ്റ്റഡി പ്ലാൻ, IT എക്സാം നമ്മൾ എങ്ങനെ എഴുതണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി കിടലൻ സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ പ്ലാൻ പ്രകാരം നമ്മൾ എന്തെല്ലാം പഠിക്കും, മിക്കവാറും മാക്സിമം റെക്കോർഡ് വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. അത് ഏതൊക്കെ എങ്ങനെയൊക്കെ എപ്പം പഠിക്കണവുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് അന്ന് നമ്മൾ വരുന്ന തിങ്കളാഴ്ച രാത്രി കൃത്യം 7:30 നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായി 7:30 ഇവിടെ എത്തിയിരിക്കണം. ഈ ലൈവിന്റെ ലിങ്ക്, നമ്മുടെ IT സ്റ്റഡി പ്ലാനിന്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ പോലും അത് മിസ് ചെയ്യാൻ പാടില്ല. നേരെ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ മീ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ എല്ലാ ചങ്കുകൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2 കാര്യമാണ് IT എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, സമയം. നമ്മൾ IT എക്സാം അങ്ങ് എഴുതി കഴിഞ്ഞാൽ കുറേ നേരം എഴുതാൻ സമയം ഉണ്ടാകും. കൃത്യമായ സമയത്തോട് നമ്മൾ എക്സാം എഴുതണം. കാരണം എല്ലാ കുട്ടികളെയും ഒരു ദിവസമല്ല പരീക്ഷ ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്ലോട്ട് അനുസരിച്ച് കുട്ടികളുടെ എണ്ണം അനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ എല്ലാ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി ടെൻഷൻ ആയി കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാവുമല്ലോ. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കൃത്യമായി പ്രാക്ടിക്കലായിട്ട് നല്ല അടിപൊളി HD ദൃശ്യമികോട് കൂടി നമ്മുടെ ക്ലാസ് ഇവിടെ സെറ്റാണ്. നിങ്ങൾക്ക് സർപ്രൈസ് 2 ഫാക്കൽറ്റികളാണ് നിങ്ങൾക്ക് IT എടുക്കാൻ വേണ്ടി വരുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ടത് ഒന്നും കൂടി നമ്മുടെ തൂവൽ, നമ്മുടെ കിരീടത്തിലെ പൊൻതൂവൽ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് ഇഷ്ടമാവാൻ പോകുന്ന 2 ഫാക്കൽറ്റികളാണ് എന്താകുമ്പോൾ നിങ്ങൾക്ക് IT എടുക്കാൻ വേണ്ടി വരുന്നത്. അതൊക്കെ നമുക്ക് അന്ന് സർപ്രൈസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അന്ന് റിവീൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ തിങ്കളാഴ്ചന്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നാൻ പാടില്ല. അപ്പൊ എന്താണ് നിങ്ങൾക്ക് IT, എന്താണ് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഇപ്പൊ അറിയണ്ട, നമുക്ക് എന്ത് ചെയ്യാം, തിങ്കളാഴ്ച. ഓക്കെ, അപ്പൊ IT എക്സാം എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം എന്നുള്ള നിങ്ങൾ എല്ലാ സജഷൻസും ഈ വീഡിയോന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾ തരാറുണ്ട്. നിങ്ങളെ സജഷൻസ് നമ്മൾ എപ്പോഴും മാക്സിമം നമ്മൾ കേൾക്കാറുണ്ട്. സോ കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ IT എക്സാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെറ്റാക്കും. ഒരു ടെൻഷനും വേണ്ട, ഓൾവേസ് നിങ്ങളുടെ കൂടെ എഡ്യൂപോർട്ട് ഉണ്ട്. ബൈ.